ആളുകൾ വിചാരിക്കും ഇവൻ എന്താ ഇവിടെ എന്നായിരിക്കും ആദ്യം ആളുകൾ വിചാരിക്കും ഇവൻ എന്താ ഇവിടെ കാര്യം. മാളികപ്പുറം ചെയ്യുന്നതിന് മുന്നേ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സിനിമ ഒരു വലിയ മുതൽ മുടക്കിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അന്ന് ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവാത്തൊരവസ്ഥയായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ സിനിമ പ്രൂവ് ചെയ്തിട്ടില്ല, സിനിമ ചെയ്തിട്ടില്ല. ലിസ്റ്റിൻ ബായിയുടെ ഒരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കാമെങ്കിൽ ബാഹുബലിക്ക് മുകളിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റാക്കുവാൻ മലയാള സിനിമയിൽ കഴിയുന്ന ഒരു സിനിമയായിരിക്കും. ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല അർജുൻ ചേട്ടൻ്റെ കൂടെയുള്ള എൻ്റെ സെക്കൻഡ് മൂവിയാണ്. പക്ഷെ ഫസ്റ്റ് മൂവിയിൽ അർജുൻ ചേട്ടൻ്റെ കൂടെ അധികം കോമ്പിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ ചെറുപ്പകാലമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ബാലുച്ചേട്ടൻ്റെ കൂടെയുള്ള ഫസ്റ്റ് മൂവിയാണ്, അതുപോലെ ഇവരുടെ എല്ലാവരുടെയും കൂടെയുള്ള എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കൂടെ അഭിനയിക്കാൻ പറ്റി. അതുപോലെ മാളികപ്പുറം ടീമിൻ്റെ സെക്കൻഡ് മൂവി ആയതുകൊണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു ഒട്ടുമുക്ക എല്ലാവരും ആ ഒരു മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇവിടെ സുമതി വളവിൻ്റെ ഭാഗമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. മാളികപ്പുറം ടീം എല്ലാവരും ഒന്നിച്ച് പിന്നെയും വന്ന് നമ്മളെല്ലാം ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഒരു ഹൊറർ കോമഡിയാണ്, ഫാമിലിക്ക് പറ്റിയ സിനിമയാണ്. എല്ലാ എലമെൻസും ഉണ്ട്. ഹൊറർ, കോമഡി, ഫാമിലി, ഭയങ്കര ഒരു ഓസം മൂവിയാണ്. August 1 റിലീസാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ എല്ലാവരും ഒത്തിരി സീനിയേഴ്സ്, ഭയങ്കര ഒരു വൈഡ് കാസ്റ്റ് മെമ്പേഴ്സ് ഉള്ളതാണ്. എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതായിരിക്കും. മുരളിയേട്ടൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കഥ, ജീവചരിത്രം പങ്കുവെച്ചുകൊണ്ടിട്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമയായിട്ട് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, ഇതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ, മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അവരുടെ ടീം കൊണ്ടുവരുന്ന അടുത്ത സിനിമയാണ് സുമതി വളവ്. ഇന്നറിയാം, എല്ലാം ന്യൂ ജനറേഷനിലുള്ള എല്ലാ ആക്ടേഴ്സും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗോകുലം മൂവീസാണ്. അപ്പോൾ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് ഗോകുലം മൂവീസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം സിനിമ മേഖല ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടിട്ട് ഇതുപോലെയുള്ള സ്ട്രോങ് പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. എനിവേ, ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു. ഇവിടെ നിൽക്കുന്ന ആളുകൾ വിചാരിക്കുക, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ആളുകൾ വിചാരിക്കും ഇവൻ എന്താ ഇവിടെ എന്നായിരിക്കും ആദ്യം ആളുകൾ വിചാരിക്കും ഇവൻ എന്താ ഇവിടെ കാര്യം എന്ന് വിചാരിക്കും. അപ്പോൾ സത്യത്തിൽ അഭിലാഷ് വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന നിലയിൽ സുമതി വളവ് ഇത് മഹാഭൂരിപക്ഷം ഭാഗങ്ങളും ചിത്രീകരിച്ചത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് സെറ്റിൽ 1-2 തവണ പോയി ഷൂട്ടിംഗ് കാണുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് എന്ന നിലയിലുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാം വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്, അർജുനും ബാലുവും അടക്കം എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം അനുഭവം സിനിമയാക്കിയിട്ടാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഒരുപാട് ഹിറ്റുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ലിസ്റ്റിൻ ബായിയുടെ ഒരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കാമെങ്കിൽ ബാഹുബലിക്ക് മുകളിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റാക്കുവാൻ മലയാള സിനിമയിൽ കഴിയുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് സിനിമ അത്ര നന്നായിട്ട് വർക്കാകുന്നില്ല. അപ്പോൾ സുമതി വളവ് വരട്ടെ, അടിപൊളിയാകട്ടെ. മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഒരു ഹിറ്റില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാകുവാൻ സുമതി വളവിന് കഴിയട്ടെ. അപ്പം ടീം വിഷ്ണു, അഭിലാഷ്, എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും. താങ്ക് യു. എൻ്റെ ചെറുപ്പകാല സുഹൃത്തും എൻ്റെ അയൽവാസിയുമായ മുരളി കൂടി നിർമ്മിക്കുന്ന ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ മുരളിയുടെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ 2 സിനിമയുമായി ഇതേപോലെ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് 3ാമത്തെ ഈ സിനിമ ഒരു ബോക്സ് ഓഫീസ് വിജയമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്നെപ്പോലെയുള്ള 90കളിൽ ചെറുപ്പമുണ്ടായിരുന്ന, 90കളിൽ ഉണ്ടായിരുന്ന ആ 90കളുടെ അനുഭവങ്ങൾ അയവിറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളുടെ 50 വയസ്സ് കഴിഞ്ഞവർ ഇത് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ വിജയാശംസകളും നേരുന്നു. ഞാൻ ഇതിനു മുന്നേ ഇതുപോലെ സ്റ്റേജിൽ വന്നിരുന്നത് സുമതി വളവിൻ്റെ ലോഞ്ചിനാണ്. ഇപ്പം അത് ട്രെയിലർ ലോഞ്ച് വരെ എത്തി നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്.
അന്ന് ലോഞ്ചിന് വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരുടെ മാത്രമല്ല, ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അവരൊക്കെ ഓർക്കാണ്. ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി ചേട്ടനുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മൊത്തം ടീം. ഇത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക്. August 1 മൂവി റിലീസാവുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ പാർട്ടായിട്ടുള്ളൊരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഓർ സോഷ്യൽ മീഡിയ ടു ദ ബിഗ് സ്ക്രീൻ, എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല. ശരിക്കും ഐ എം സോ ബ്ലെസ്ഡ്. ഇത്രയും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച വിഷ്ണു ചേട്ടന് താങ്ക് യു സോ മച്ച്. ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ചേട്ടൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. മുരളി ചേട്ട, ശ്രീ ഗോകുല മൂവീസ്, അതുപോലെ ഞങ്ങളുടെ DOP ശങ്കർ സാർ, ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഈ ഒരു ഓപ്പണിങ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഞ്ച് ശരിക്കൊരു ബ്ലെസ്സിങ് ആണ്, അധികം പേർക്ക് കിട്ടുന്നതല്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ August 1 ഇനി അധികം ദിവസമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എവറി മിനിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റാണത്. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സും ഞാനിങ്ങനെ വീണ്ടും ചെറിഷ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സ് ആണ്. താങ്ക് യു. അഭിലാഷ് 2019 വൈറ്റിലയിൽ ഷോസിൽ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുമതി വളവൻ്റെ ഒരു കഥ. 10,000-കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന, സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ടാൽ ഒരു 10 തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന, നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് അഭിലാഷിൻ്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരുമഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ. അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജനോട് പൂർണ്ണമായും നീതി പുലർത്തിയ ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത രാജകൃഷ്ണൻ ചേട്ടനല്ലേ, രാജകൃഷ്ണൻ ചേട്ടൻ്റെ മനോഹരമായ മിക്സിങ്, അത്രയും മനോഹരമായൊരു സൗണ്ട് എഫക്ട്സിൻ്റെ ഇമ്പാക്റ്റിൽ സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റ് ബിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടിയ കഴിഞ്ഞാൽ ഈ സുമതി വളവ് ഒരു സൂപ്പർ ഹിറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാളികപ്പുറത്തിന് ശേഷം എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ജോണർ ചെയ്യുന്ന വിഷ്ണുവിനൊപ്പം വിഷ്ണുവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട മുരളിച്ചേട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. അതിഗംഭീരമായൊരു വിജയമായി മാറട്ടെ. മലയാള സിനിമയുടെ പ്രതിസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെയും സംരക്ഷിക്കാൻ സുമതി വളവിൻ്റെ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ്. ആക്ച്വലി ടീം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയാണ് എനിക്ക്. അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജുൻ ചേട്ടൻ്റെ പെയറായി ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞ പടത്തിൽ അഭിയേട്ടൻ്റെ മൂവി ആയിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഫിലിം സെയിം ടീം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എവിടെ ആണോ? ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പറയണ്ടേ ഇവിടെ ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നതിന്. ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. വിഷ്ണു, അബി, മുരളിച്ചേട്ട എല്ലാവർക്കും താങ്ക്സ്.
പിന്നെ ദേ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ലേ, ഇവിടുത്തെ ഒരോളം കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. 1-ാം തീയതി റിലീസാവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങളുടെ ഈ ടീമിനെയും ഞങ്ങളുടെ ഈ സിനിമേനെയും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ August 1 നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സായിട്ട് പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ്, മുരളി ചേട്ടൻ ആൻഡ് ഗോപാലൻ സർ. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ്. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ഗോപിക മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലമെൻറ്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി പോപ്കോണൊക്കെ തിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാറർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ എന്ന് പറയുന്നത് പൊതുവേ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണുവൊക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്താണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പോൾ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ളൊരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളിച്ചേട്ടനാണെങ്കിലും ഗോകുലമാണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈകുണ്ഠപുരമലു എന്നുള്ള ആ സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിൽ സിനിമ ചെയ്യുന്ന 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറേ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമാ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടി കയറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കേണ്ട കാര്യമാണെങ്കിലും സെൻസർ ബോർഡിൻ്റെ സമയത്താണെങ്കിലും എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളെ. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കയ്യടി നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹെയ്റ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പണി എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച പടമാണ് സുമതി വളവ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. SI ബെഞ്ചമിൻ. ഞാൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം August 1 തിയേറ്ററിൽ കാണാം. എല്ലാവരും സിനിമ കാണണം, ഒരു ഗംഭീര വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പറയാൻ ഒരുപാടുണ്ട്. ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ, അഭിലാഷ്, വിഷ്ണു, എൻ്റെ കൂടെ അഭിനയിച്ച ഇതിൻ്റെ ഹീറോ
അർജുൻ ഇല്ല പറയില്ല, ബാലു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം, എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം, എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. രഞ്ജിൻ, താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ മ്യൂസിക്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ശേഷം സ്ക്രീനിൽ. താങ്ക് യു. സോ സുമതി വളവ് വളരെ നമ്മൾ പ്രിയപ്പെട്ടൊരു സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോഞ്ചറിങ് മിറ്റും അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഇതിനെ നെഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷിപ്രേതം, അതിനകത്തൊരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു അഫെക്ഷൻ ഉണ്ട്. വെള്ള സാരിയെ കൊടുത്തിട്ട് ചേച്ചി വരുമ്പോൾ സുഖമുണ്ട്. യാ, അതിനകത്തൊരു വേറെ പേടിയുണ്ട്. ആ സുഖമല്ല, ആ പ്രേതത്തിന്റെ സുഖം. ബോബി ചേട്ടാ കാമോൺ. അപ്പം അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഇന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നിർത്തിയത്. അപ്പോൾ ഇതെല്ലാവരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ. നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടേക്കുന്ന ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ളപ്പോൾ, ഇത്രയും സൗണ്ടിങ്ങും ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ, അതിനകത്ത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സിനിമ, ആക്ച്വലി നമ്മൾ സിനിമ പറയുന്ന ഒരു 90s, ഒരു ലേറ്റ് 80s 90s സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമ നമ്മൾക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമോട്ടോഗ്രഫിയിലായാലും. സിനിമോട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കണ ശങ്കർ സാറാണ്. അപ്പോൾ അത്രയും രസമായിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്, നല്ല രസമുള്ള സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെ ആയിരിക്കും സുമതി വളവ്. എല്ലാവരും August 1 പടം റിലീസ്, എന്തായാലും പോയി കാണണം. താങ്ക് യു. നമസ്കാരം കൊച്ചി. താങ്ക് യു. എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കണ്ട ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ ഭയങ്കര ഒരു ഓസ്ട്രക്ക് ആയിട്ട് പല നിമിഷവും നിന്നത് ആ സെറ്റിൽ. 1 August സുമതി വളവ് റിലീസാണ്. ഒരു വീട്ടിലെ എല്ലാ കൂട്ടർക്കും, എല്ലാ കുഞ്ഞുങ്ങൾ തൊട്ട് മുത്തശ്ശന്മാർ വരെയുള്ള എല്ലാവർക്കും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവരും പോയി സിനിമ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫോട്ടോ വെച്ച് പിള്ളേർ പൊളിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുവാരെങ്കിലും. അപ്പോൾ ഹലോ, വളരെയധികം സന്തോഷം. ഹേയ്, നമസ്കാരം. August 1 സുമതി വളവ് ഇറങ്ങാണ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കുണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണേണ്ട സുഖം നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ, ഹായ്, അച്ചോ, ഹലോ, ഹായ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയണം. കാരണം സുമതി വളവ് 2019 കേട്ട കഥയാണ്. ആ സമയത്ത് കേട്ടതിനെക്കാട്ട് കുറേ മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും അഭിലാഷേട്ടൻ വിളിച്ചിട്ട് ഇവിടെ ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ പടം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല. പക്ഷേ ഈ 2025 അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പണം മുടക്കി വന്ന മുരളിച്ചേട്ടനോട് വലിയ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടതിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിലാഷേട്ടനോട് നന്ദി പറയുന്നു. കാരണം അഭിലാഷേട്ടൻ ഇപ്പം നമ്മൾ നമ്മുടെ സജഷൻ പറഞ്ഞാലും ആസ് എൻ റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ അഭിലാഷേട്ടൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാളാണ് അഭിലാഷേട്ടൻ. പക്ഷേ അതിന് വേറൊരു പെർസ്പെക്റ്റീവും കൊടുക്കും. പിന്നെ വിഷു ചേട്ടാ, ഐ ലവ് യു. ബിക്കോസ് സുമതി വളവ് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന രീതി ഇസ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എനിക്കത് ഭയങ്കര വർക്കായി. കാരണം കുറേ നാളായി 2000 എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പടങ്ങൾ കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കൊണ്ടുവരിക എന്നുള്ളതിൽ ഐ അഡ്മയർ യു എ ലോട്ട്. Thank you so much. You know, I have been a fan of this team even before I started working in Malayalam industry.
from the time of Malikapuram. That time I didn't know personally any one of them. I simply posted after watching the movie. So I am a big fan of this trio, especially Vishnu Cheta, Avilash Cheta, Ranjin Cheta. I worked with Ranjin Cheta also in the first film. So all my heartiest wishes on all the beautiful, great actors, all the very best Sumati Valavu team. I am going to watch definitely for the first day first show. And yes, this kind of horror is always being fascinating and I love എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ കാണണം മൂവി കാണണം ഓക്കെ താങ്ക് യു സോ മച്ച് പ്ലീസ് ഡു വാച്ച് സുമതി വളവു ഓൺ 1st August. We're going to watch it. Hi everyone. First of all the very best to the entire team of സുമതി വളവ്. ഞാൻ ഒരുപാട് കേട്ടൊരു പേരാണ് സുമതി വളവ് എന്നുള്ളത്. അതൊരു ഫിലിമായിട്ട് വരുന്നതിൽ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയായിരിക്കും ഈ മൂവി വരുന്നത്, ഇതിൻ്റെ സ്റ്റോറി എന്തായിരിക്കും എന്ന് അറിഞ്ഞിട്ട്. ആക്ച്വലി ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ദിസ് മൂവി. പക്ഷേ അഭിലാഷ് ചേട്ടൻ ഇങ്ങനൊരു ട്രെയിലർ ലോഞ്ച് ഉണ്ട്, അതിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. കാരണം ഇങ്ങനെയെങ്കിലും ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റി. അപ്പം August 1st സുമതി വളവ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഫസ്റ്റ് ഓഫ് ഓൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളൊരു പേരാണ് സുമതി വളവ്. പണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റിയും ആ വളവിൽ ഒളിഞ്ഞു നിൽക്കുന്ന യക്ഷിയെ പറ്റിയും ആ വളവ് വഴി യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊടുത്താൽ നന്നാവുമെന്ന് ഏകദേശം ഒരു 6 വർഷം മുന്നേ ഒരു ആഗ്രഹം തോന്നി. അന്ന് ആ ആഗ്രഹം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പ് അഖിൽ പറഞ്ഞ സത്യമാണ്. പണ്ട് അഖിലും അന്ന് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നൊരു 6 വർഷത്തിന് ശേഷം ഇപ്പം ആ സിനിമ ചെയ്യാൻ പറ്റുകയും ഇവിടെ ഇത്രയും വലിയൊരു ക്രൗഡിന് മുന്നിൽ അതിൻ്റെ ട്രെയിലർ കാണിക്കാൻ പറ്റുമ്പോഴും സത്യത്തിൽ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതിന് കാരണം ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ആ സ്വപ്നം എൻ്റെ കൂടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ എൻ്റെ ഒപ്പം യാത്ര ചെയ്ത വിഷ്ണു. മാളികപ്പുറം ചെയ്യുന്നതിന് മുന്നേ ഒരുപക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട സിനിമയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സിനിമ ഒരു വലിയ മുതൽ മുടക്കിൽ ചെയ്യണമെന്നുള്ളതുകൊണ്ടും അന്ന് ഞങ്ങളെ വിശ്വസിച്ച് അത്രയും പൈസ മുടക്കാൻ പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവാത്തൊരവസ്ഥയായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ സിനിമ പ്രൂവ് ചെയ്തിട്ടില്ല, സിനിമ ചെയ്തിട്ടില്ല. പിന്നെ മാളികപ്പുറത്തിന് ശേഷം ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അന്നൊരു 4 കോടി 5 കോടിയൊക്കെ ചെയ്യാൻ തീരുമാനിച്ച സിനിമ ഇന്നൊരു 15 കോടി രൂപ ബഡ്ജറ്റിലേക്ക് എത്തിയപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വിശ്വസിച്ച് വന്ന മുരളിച്ചേട്ടനോട് നന്ദി പറയുന്നു. ഞങ്ങളൊപ്പം എത്തിയ തിങ് സ്റ്റുഡിയോസിനും അതേപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയ്ക്ക് ഞാനുണ്ട് കൂടെ എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്ന ഗോകുലം ഗോപാലൻ സാറിനോടും അതിന് കാരണക്കാരായ കൃഷ്ണമൂർത്തി ചേട്ടനോടും സുഹിത്തേനോടും ഒക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം. അങ്ങനെ പറയുമ്പം തീർച്ചയായിട്ടും ഞാൻ ഈ സ്റ്റേജിൽ നിന്നാൽ ഒറ്റയ്ക്ക് നിന്നാൽ അത് പൂർത്തിയാവില്ല. തീർച്ചയായിട്ടും എൻ്റെ ഇടതും വലതും എൻ്റെ കൂടപ്പിറപ്പുകളായി ഞാൻ സിനിമയിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളാണ് അവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മാളികപ്പുറത്തിൻ്റെ പേരിനോട് ചേർത്ത് വായിക്കേണ്ട 2 ആളുകളുണ്ട്. അവരും കൂടെ വന്നാൽ മാത്രമേ ആ വേദി കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ അവരെ വിളിക്കുകയാണ്. വിഷ്ണു വാടാ, രഞ്ജ വാ. ഒരു നിറഞ്ഞ കയ്യടിയോട് തന്നെ നമുക്ക് ഈ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Joining with us we have got Vishnu Shankar and Ranjan Raj. ഇവരിങ്ങനെ ഇടതും വലതും നിൽക്കുമ്പം എനിക്ക് എന്തും എഴുതാൻ ധൈര്യമാണ്. കാരണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അത് ഞാൻ എന്ത് കഥ പറഞ്ഞാലും ചേട്ടാ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ധൈര്യം തരുന്ന വിഷ്ണുവും, ഇനി എന്തൊക്കെ ചെയ്തു വെച്ചാലും ഞാനത് മ്യൂസിക് ചെയ്ത് നന്നാക്കിക്കോളാം എന്ന് പറയുന്ന രഞ്ജിൻ രാജും. എന്താ ഇവനോടും ബ്ലാക്ക് ഇടാൻ പറഞ്ഞ കേട്ടില്ല. ഇവൻ മാളികപ്പുറം കഴിഞ്ഞ സുമതി വളവാന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഇടാൻ. അല്ല പ്രേതൊക്കെയല്ലേ, വെള്ളയല്ലേ വേണ്ടേ. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് വളരെ മിസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ച എപ്പോഴും ഞങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അച്ഛൻ ഒരു ഹാർട്ടിൻ്റെ സർജറി ചെയ്യുന്ന ICUവിലാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന അച്ഛനാണ്. പക്ഷേ ഈ ഒരു സിനിമ അച്ഛനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പം അല്ലെങ്കിൽ എനിക്ക് കാണണം, വേണം അച്ഛൻ്റെ സർജറി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഈ സിനിമ റിലീസിന് മുന്നേ അത് ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പോൾ അപ്പായെ നമ്മൾ ഈ സിനിമ കാണിക്കുമെന്ന് വാശിക്ക് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് അച്ഛനെ സിനിമ കാണാൻ എൻ്റെ കൂടെ നിന്ന വിഷ്ണുവിനും രഞ്ജനും മുരളിച്ചേട്ടനും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പായിക്ക് വേണ്ടി അത് ചെയ്തു തന്നപ്പം. പിന്നെ അച്ചു, ഈ കഥ 2019 കേട്ട ആളാണ് അച്ചു. അന്ന് മാർക്കറ്റ് വില നമുക്ക് ഇത്തിരി കുറവായിരുന്നു. അന്ന് അർജുൻ പറഞ്ഞു ചേട്ടാ നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ്. ഇന്നവൻ സാറ്റലൈറ്റ് വാല്യുള്ള ഒരു നടനായി മാറി. അന്ന് തന്ന വാക്ക് ഇന്ന് ഞങ്ങളുടെ കൂടെ ഈ സിനിമ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ബാലു ആയാലും ഗോകുലാണെങ്കിലും ബോബി ചേട്ടനാണെങ്കിലും പിന്നെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നേക്കുന്ന കുറേ പുതിയ ആളുകളുണ്ട്. അവരെയൊക്കെ പുറകെ വിളിച്ചോളും. അപ്പം ഒരുപാട് പറയാനൊന്നുമില്ല. August 1 സുമതി വളവ് തിയേറ്ററിൽ എത്തുകയാണ്. തീർച്ചയായിട്ടും എനിക്കൊപ്പം
നിന്ന എൻ്റെ സുമതി വളവിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും ഞാൻ ഈ ഒരു അവസരം നന്ദി പറയുന്നു. ഒപ്പം ഇത്രയും വരെയൊക്കെ എത്തിച്ച ദൈവത്തിനോടും നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള എൻ്റെ ഒപ്പം സ്ട്രോങ് പില്ലേഴ്സായിട്ട് നിന്ന എൻ്റെ സ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 3 പേരോട് ഞാൻ നന്ദി പറയുകയാണ്. ബിബിനായാലും ആരതി ആയാലും ആനന്ദു ആയാലും ഞാൻ നന്ദി പറയുന്നു. കാരണം പലപ്പോഴും ഞാൻ എഴുതി വെക്കുന്നത് എന്താണെന്ന് പിറ്റേ ദിവസം എനിക്ക് ഓർമ്മ കാണത്തില്ല, പക്ഷെ അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വിഷ്ണുവിൻ്റെ കൊടുത്തുകൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ആയി. അപ്പം താങ്ക് യു. ഇത്രയും പേര് തിയേറ്ററിലേക്ക് എന്തിനു വരണം എന്നൊരു ചോദ്യം പലപ്പോഴും ഞാൻ ഈ പല ഇൻ്റർവ്യൂവിലേക്കും ചോദിക്കും, എന്തിന് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങൾ മാളികപ്പുറം കാണാൻ വന്നപ്പം എനിക്കറിയാം ഒരു പ്രതീക്ഷയും ഇല്ലാതെ കാണാൻ വന്നൊരു സിനിമയാണ്. ആ സിനിമ കണ്ട് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ വാക്ക് ഞാൻ ഇപ്പം ഇവിടെ പറയുന്നു. മാളികപ്പുറം ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സുമതി വളവ് ഇഷ്ടപ്പെടും. ആ വാക്ക് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഞാൻ ഈ വേദിയിൽ വെച്ച് തരുവാണ്. താങ്ക് യു വെരി മച്ച്. സംസാരിച്ചോളൂ പ്ലീസ്. അല്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓഗസ്റ്റ് 1 പടം ഇറങ്ങാണ്. ഇപ്പം ഈ വന്നിരിക്കുന്ന ആൾക്കാർ തന്നെ ഒന്ന് കണ്ട മുരളിച്ചേട്ടൻ നമ്മൾ കുറച്ച് രക്ഷപ്പെടും. എനിവേ, മാളികപ്പുറത്തിന് ശേഷം ഒരു പടം എന്ന് പറഞ്ഞ് കുറേ ഇൻ്റർവ്യൂസ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു സുമതി വളവ്. ഇപ്പോൾ 2019 തൊട്ടിട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. പക്ഷേ ഒറിജിനൽ സുമതി വളവ് എന്നുള്ള കഥയല്ല എന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്. സുമതി വളവിൽ നടന്ന ഇൻസിഡൻസിനെ ഇൻസ്പയർ ചെയ്ത് അഭിലാഷ് പിള്ള ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഗംഭീരമായിട്ടുള്ള എൻ്റെ ടീം, ഞാൻ ആദ്യം തന്നെ എൻ്റെ ഡയറക്ഷൻ ടീമിനോട് ഒരു ഹ്യൂജ് താങ്ക്സ് പറയാണ്. കാരണം 85 ദിവസം കട്ടയ്ക്ക് രാവും പകലും ഇല്ലാതെ രാത്രി നൈറ്റ് ഷൂട്ട്, അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് സ്കെഡ്യൂളായിരുന്നു. കട്ടയ്ക്ക് കൂടെ നിന്നിന് എടാ മച്ചന്മാരെ താങ്ക്സ് അവിടെ ഉണ്ട്. പിന്നെ സുമതി വളവ് എന്ന സിനിമ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇതിൽ കണ്ട പോലെ തന്നെ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം. അപ്പോൾ എനിക്ക് തോന്നുന്നു വിഷ്ണു ചേട്ടൻ മാത്രം ഈ കൂട്ടത്തിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, നമ്മുടെ DOP. പക്ഷെ പകരം ശക്തമായ ഒരു രാക്ഷസനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു PV ശങ്കർ സാർ, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, യു ഹവ് പുട്ട് എ വെരി ഹാർട്ട് ആൻഡ് സോൾ ടു മേക്ക് ദിസ് ഫിലിം എ ഫാൻറ്റാസ്റ്റിക് വൺ. ഓഗസ്റ്റ് 1 ആ രാക്ഷസൻ്റെ വിഷ്വൽ മാജിക് എന്താണെന്ന് കേരള ജനത കാണുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ രഞ്ജിൻ രാജ്, എൻ്റെ മൈൻഡിലൊരു കൺസെപ്റ്റ് ഉണ്ട്, ഈ മ്യൂസിക്കുകൾക്കൊക്കെ ഒരു 90s വൈബ് വേണമെന്നുള്ളത്. സോ അദ്ദേഹത്തിനെ ആ 90s കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരുപക്ഷെ പടം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ പാട്ടുകൾ ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കേരള ജനത ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തേനെ. ഇപ്പോൾ ഇറങ്ങിയത് ഒരു റീച്ച് നമ്മൾ പ്രതീക്ഷയേക്കാളും ഒരു കുറവുണ്ട്, ടു ബി ഫ്രാങ്ക്. പക്ഷേ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം ഒരു സെൻസേഷൻ ആവുമെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പടത്തിൻ്റെ RRഉം കാര്യങ്ങളും എല്ലാം അദ്ദേഹം 90s വൈബ് പിടിച്ചിട്ടില്ല. അത് ഇന്നത്തെ സിനിഫൈലായിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് റിയലി പംപ്ഡ് ദ ഫിലിം ടോട്ടലി. ഒരുപാട് പുതുമുഖമായിട്ടുള്ള ആക്ടേഴ്സ്, 40ഓളം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും പേര് പറയാൻ തുടങ്ങിയ പരിപാടി കൊളാവും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല. മുരളിച്ചേട്ട, എ ഹ്യൂജ് ഹഗ് ഫോർ യു. വിശ്വസിച്ച് കൂടെ നിർത്തി 2 വർഷം നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നു. 7 കോടി പടം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആളുടെ അടുത്ത് തുടങ്ങിയത്. ഇന്നിപ്പോൾ പടത്തിന് ഏകദേശം കണക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗോകുലം ഗോപാലൻ സാർ, അദ്ദേഹം വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് സാർ, യു ആർ എ ബിഗ് ഫിഷ്. നമ്മളെ എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചിരിക്കുകയാണ്. ഇതിനെ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. താങ്ക് യു എവരിവൺ. ഓഗസ്റ്റ് 1 പടം ഇറങ്ങുന്നുണ്ട്. ഫാമിലി ആയിട്ട് കുടുംബത്തോടെ പോയി കാണാൻ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ, മുത്തശ്ശിമാർ, കുട്ടികൾ, ഇവരോടൊപ്പം കൂടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രേതപ്പടം തന്നെയാണ്. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്നു. താങ്ക് യു. ആൻഡ് യെസ് രഞ്ജൻ പ്ലീസ്. നമ്മുടെ മാസ്റ്റീരിയോ രഞ്ജിൻ രാജ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ബോബി ചേട്ടനായിരിക്കും അല്ലേ? അർജുന് ശബ്ദമില്ല. എന്തായാലും ഇപ്പോൾ ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്തു. അതിനെക്കാട്ടിലും
ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും യൂട്യൂബിലും ഓഡിയോ പ്ലാറ്റ്ഫോംസിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ 3 പാട്ടുകളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 3 പാട്ടുകളാണ് ഇതുവരെ ഇറങ്ങിയത്. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് മിക്കവാറും സിനിമയുടെ റിലീസിൻ്റെ തലേ ദിവസം ആയിരിക്കും. അപ്പം ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്കെന്താ പറയുക, ഈ അഭി പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ കൂടെ എൻ്റെ 6ാമത്തെ സിനിമയാണ് അഭിലാഷിൻ്റെ കൂടെ സുമതി വളവ്. അതായത് അഭിയുടെ കടാവർ തൊട്ട് സുമതി വളവ് വരെ മ്യൂസിക് ചെയ്തത് ഞാനാണ്. എല്ലാ പടത്തിനും നമുക്ക് മ്യൂസിക്കിന് വേണ്ട റിസപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പാട്ടുകൾക്കാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണെങ്കിലും ഒക്കെ അതിൻ്റേതായ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു തുടർച്ചയാണ് ഈ സിനിമ. ഞങ്ങൾക്ക് എന്തുകൊണ്ടൊരു സ്പെഷ്യലാണ്, കാരണം അഭി എന്നോട് പറയുന്ന ആദ്യ കഥ സുമതി വളവാണ്. കടാവർ സമയത്ത് 2019 ആദ്യം പറയുന്ന സിനിമ സുമതി വളവാണ്. ആ സിനിമ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ 2025 എത്തി നിൽക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. അന്ന് അഭി പറഞ്ഞതിനേക്കാളും എത്രയോ മുകളിലാണ് ഇപ്പോൾ ആ സിനിമയുടെ ഒരു തലം എന്ന് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ ഇതൊരു പ്രേത സിനിമ മാത്രമല്ല, ഡെഫിനറ്റ്ലി പ്രേതവും യക്ഷിയൊക്കെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിലും അതിൽ പ്രണയവും ഫ്രണ്ട്ഷിപ്പും തമാശകളും ഒക്കെ നിറഞ്ഞ ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന, ഫാമിലിക്ക് സന്തോഷത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലേമാൻ എന്ന നിലയിൽ ഞാൻ കാണാൻ കൊതിക്കുന്ന തരത്തിലുള്ള ചേരുവകളുള്ള ഒരു സിനിമ. കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് സുമതി വളവ്. അഭിലാഷിനോടൊന്നും നന്ദി പറയേണ്ട കാര്യമില്ല, വിഷ്ണുവിനോടും മുരളിച്ചേട്ടനോട് നന്ദി പറയണം. കാരണം വളരെ സ്ട്രോങ് പില്ലറായിട്ട് നമ്മുടെ കൂടെ മുരളിച്ചേട്ടൻ ഫസ്റ്റ് തൊട്ടുണ്ട്. മുരളിച്ചേട്ടൻ വലിയൊരു സംഗീത ആസ്വാദകനാണ് എന്നുള്ളത് ഞാൻ മുരളിച്ചേട്ടനോട് പറയാറുണ്ട്. എപ്പോഴും ഡയറക്ടർ മാത്രമല്ല മ്യൂസിക് സെൻസ് ഉണ്ടാവേണ്ടത്, പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാവണം. അത് മുരളിച്ചേട്ടന് ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് പാടുന്നൊരു വ്യക്തി കൂടെയാണ്. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ ഇൻപുട്ടും അല്ലെങ്കിൽ മുരളിച്ചേട്ടൻ്റെ ചില ജഡ്ജ്മെൻറ്റുകളും മ്യൂസിക്കിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. മുരളിച്ചേട്ടൻ വെരി താങ്ക്ഫുൾ ടു യു. അതുപോലെ തന്നെ ഗോകുലം ഗോപാലൻ സാറിനും കൃഷ്ണമൂർത്തി ചേട്ടനും ഗോകുലം മൂവീസിനും ഡ്രീം ബിഗൻ എല്ലാവരോടും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതി സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. ഓക്കെ, താങ്ക് യു. ബോബി ചേട്ടൻ, അച്ചു, എല്ലാവരും, ബാലു, എല്ലാവരും, ആരുടെയും എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഗംഭീര പെർഫോമൻസ് ആണ്. അവർ എൻജോയ് ചെയ്താൽ ചെയ്തിരിക്കുന്നത്. ബാക്കി നിങ്ങൾ ഒന്ന് കാണൂ. ഞങ്ങളുടെ ഒരു ടീമിനെ കൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. കാരണം സുമതി വളവിൽ കുറേ പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. അതിൽ ശിവയുടെ പേര് ഓൾറെഡി അർജുൻ പറഞ്ഞു. എനിക്ക് മാളിയപ്പുറം ചെയ്യുമ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം ദേവനന്ദയും ശ്രീപദനെയും മലയാളികൾക്ക് സമ്മാനിച്ചു. അതുപോലെ ഈ പടത്തിലൂടെ ഞങ്ങളൊരു പുതിയൊരു ബാലതാരത്തെ കൂടെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്നല്ല 2 പേരെ. അതിൽ ആദ്യത്തേത് മാളിയപ്പുറം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ എനിക്കും വിഷ്ണുവിനും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അയച്ചു തരുന്നു. മാളിയപ്പുറത്തിൽ ദേവനന്ദ ചെയ്ത അതേ കഥാപാത്രത്തെ റീക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ. അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് അയച്ചു തരുകയും ചെയ്യുമ്പം ആ കുട്ടിയെ ആരെന്ന് അന്വേഷിക്കുകയും ആ കുട്ടിയെ കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയെ കാണാനുള്ളൊരു ശ്രമം ഞാൻ നടത്തി. ആ കുട്ടിയെ കണ്ടു. അന്ന് ഞാൻ ഒരു വാക്ക് കൊടുത്തിരുന്നു, ഇനി ഞാൻ ഒരു സിനിമ ചെയ്യുമ്പം തീർച്ചയായിട്ടും ഞാനും വിഷ്ണു ചെയ്യുന്ന സിനിമയിൽ മോൾക്കൊരു അവസരം തരാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് തിരക്കഥ എഴുതി വന്നപ്പോൾ ആ കുട്ടിക്ക് ചേർന്നൊരു കഥാപാത്രം കിട്ടി. ഒരു നല്ല ഡാൻസറാണ്, ഒരു നല്ല പെർഫോമറാണ്. ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം സ്വാഗതം ചെയ്യുകയാണ് ശ്രീകുട്ടിയെ മലയാള സിനിമയിലേക്ക്. മോളെ. അതേപോലെ നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പ്രോഗ്രാമുകളിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ റീൽസ് വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു തലതെറിച്ച ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാൾ അവൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ശരിക്കും ഒരു ചെറിയ സംഭവം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ അവന് വേണ്ടി എഴുതി പിടിപ്പിച്ചു. ശ്രീപദിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് തമാശ കൈകാര്യം ചെയ്ത അനിരുദ്ധിനെ വിളിക്കുകയാണ് മലയാള സിനിമയിലേക്ക്. വാമനെ ഓടിവാ, അവനെ വിട്. ഞങ്ങൾ മാളിയപ്പുറത്തിൽ ഇതേപോലെ 2 പേരെ ചേർത്ത് മലയാളികൾക്ക് തന്നിരുന്നു. ഇവിടെ അഭിമാനത്തോടെ പറയുന്നു, ഈ 2 പേരും മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്രങ്ങൾ ഇനിയും ഭാവിയിൽ ചെയ്യാൻ കാലിബർ ഉള്ളവരാണ്. ഇല്ലടാ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പിന്നെ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലല്ലോ. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് അഭിചേട്ടൻ്റെ അടുത്ത് മെസ്സേജ് ഇടുക. അപ്പൊ അഭിചേട്ടൻ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഇടുക. അപ്പൊ എനിക്ക് മനസ്സിലാവും അല്ലേ. നിന്നെ ഒരു പടത്തിൽ സഹിച്ചത് ഞങ്ങൾക്കറിയാം. ശ്രീകുട്ടി പറ. ഞാൻ സാധാരണ അധികം ഇമോഷനുള്ള ആളല്ല. പക്ഷേ സുമതി വളവ് മൂവിയിലെ റിലീസ് ഡേറ്റ് വന്നപ്പോൾ തൊട്ട് ഓഗസ്റ്റ് 1 എത്ര ദിവസം ഉണ്ടെന്ന് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. ശരിക്കും ഉറങ്ങുമ്പോൾ പോലും ഞാൻ
ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഞാൻ സുമതി വളവ് മൂവി തിയേറ്ററിൽ പോയി കാണാമെന്ന് വരെ. സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. ആദ്യമായിട്ട് ഇത്രയും ക്രൗഡിൻ്റെ മുമ്പ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ഓഗസ്റ്റ് 1 പോയി മൂവി കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഒരാളെ കൂടെ ഈ സിനിമയിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ആദ്യമേ ഈ ക്ഷണിക്കപ്പെട്ടതിൽ പല ആളുകൾക്കും അകത്തേക്ക് കടക്കാൻ പറ്റാതെ പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ക്ഷമ ചോദിക്കുകയാണ്. കാരണം സ്ഥലപരിമിതി കാരണമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു പയ്യൻ ചെയ്തൊരു വീഡിയോ, ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അത് നാദിർഷയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. എഫോർട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ. ഒരു പയ്യൻ ട്രാഫിക് എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീൻ റീക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക ടെക്നീഷ്യന്മാർ, ആർട്ടിസ്റ്റുകൾ ആ വീഡിയോ ഷെയർ ചെയ്ത്. കാരണം ഒരു പയ്യൻ അവൻ്റെ പാഷൻ്റെ പുറകെ അല്ലെ സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ പുറകെ യാത്ര ചെയ്യാൻ വേണ്ടി ട്രാഫിക് പോലൊരു സിനിമയുടെ അത്രയും റിസ്ക് എടുത്ത് ചെയ്ത ക്ലൈമാക്സ് സീൻ ആ പയ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു. അത് കണ്ടപ്പോൾ എന്തോ ആ പയ്യനെ വിളിക്കാതെ പോകുന്നത് മോശമാണെന്ന് ഓർത്തിട്ട് ആ പയ്യനെ ഞങ്ങൾ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഈ സുമതി വളവ് എന്നുള്ള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട സീക്വൻസ്, ഒരു ഏറ്റവും മെയിൻ സീക്വൻസുകളിൽ ഒന്നിൽ ഏറ്റവും മനോഹരമായി അവൻ പെർഫോം ചെയ്തു. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാം, ഫൈസി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പയ്യൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുന്നതോടെ അവനെ ഒരുപാട് പേര് വിളിക്കും. അടുത്ത സമയത്ത് ചാന്തുപൊട്ട് എന്ന സിനിമയിൽ ദിലീപേട്ടൻ ചെയ്ത സീൻ അവൻ റീക്രിയേറ്റ് ചെയ്തിരുന്നു വളരെ ഭംഗിയായിട്ട്. അപ്പം ഈ 3 പേരെ ഈ സിനിമയിലൂടെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒപ്പം കുറേ അധികം താരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഇതിനു മുന്നേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്പെഷ്യലാണ് ഞങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യാൻ വന്നു. അതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് എൻ്റെ മനോജേട്ടൻ പ്രീസ്റ്റ് എന്നുള്ളൊരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിരുന്നു. പിന്നെ തലപതി വിജയുടെ ഒപ്പം 3 പടങ്ങൾ, അതേപോലെ ജവാനിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മലയാളത്തിലേക്ക് ഒരു നല്ല കഥാപാത്രം കൊടുക്കാൻ ഈ സിനിമയുടെ കഴിഞ്ഞു. പിന്നെ സംസാരിച്ചപ്പം വിട്ടുപോയൊരു പേരുണ്ട്, ഞങ്ങൾ മാളിയപ്പുറം ടീമിൽ ചേർത്ത് പറയാനുള്ളത്, സൈജു ചേട്ടൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഈ സിനിമയിൽ സൈജു ചേട്ടൻ രസകരമായൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നിവിടെ എത്തിയിട്ടില്ല സിദ്ധാർത്ഥ് ഭരതൻ, സിദ്ധാർത്ഥ ചേട്ടൻ, അതുപോലെ മനോജ് ചേട്ടൻ, അതുപോലെ ശ്രീജിത്ത് രവി ചേട്ടൻ, കുറേ 40ഓളം താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്.